ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തിക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഇപ്പോഴാണ് അച്യുതാനന്ദൻ്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവുന്നത്. കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളുടെ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. മഴനിഴൽ പ്രദേശമാണ്. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാ വിധത്തിലുമുള്ള മദ്യനിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് വലിയ തെറ്റായൊരു തന്നെയല്ല. ഇന്നലെ രാജേഷ് മന്ത്രി ഒരു കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. അദ്ദേഹം പാർലമെൻ്ററി കാര്യ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയേണ്ട ആളല്ലേ. അഴിമതി ആരോപണമോ ഞങ്ങളെ അടിയന്തര പ്രമേയമായി കൊന്നാൽ അപ്പം തന്നെ സ്പീക്കർ അത് നിഷേധിക്കും. കാരണം അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുകയാണ്, പാർലമെൻ്ററി കാര്യ മന്ത്രിക്ക് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലേ, ധാരണ ഉണ്ടാകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന സമരം പ്ലാച്ചിമര സമരം പോലെ തന്നെ ഒരു സമരമാണ്. ഇന്ന് പാലക്കാട് DCCയുടെ ആഭിമുഖ്യത്തിലാണ് വൈകുന്നേരം പരിപാടി. ഞാനതിൽ പങ്കെടുക്കുന്നുണ്ട്. മുതലാളിത്ത ചങ്ങാത്തത്തിലേക്ക് CPM പോകുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ കാരണം കൂടിയല്ലേ 100%. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മന്ത്രി രാജീവിനെ ഡാവോസിലേക്ക് അയച്ചിരിക്കുന്നു. പണ്ട് ഡാവോസിൽ ലോക ഉച്ചകോടി ഉമ്മൻചാണ്ടി പോയപ്പോൾ എന്ത് വിമർശനം നടത്തിയ ആളുകളാണ്. ഡാവോസിലെ ഉച്ചകോടി ഉമ്മൻചാണ്ടി പോയപ്പോൾ അതോടെത്താണ് ഉമ്മൻചാണ്ടിക്ക് അപകടം ഉണ്ടാകുന്നത്. എന്തെല്ലാം വിമർശനങ്ങളാണ് ഇവർ നടത്തിയത്. അന്ന് MA ബേബിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ബോംബെയിൽ അതിന് ബദലായി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. മന്ത്രി രാജീവ് ഡാവോസിൽ പോയിരിക്കുകയാണ്. പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും തമ്മിൽ വളരെ വിചിത്രമായിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രൂവറി വിഷയം സമരം, അതായത് ആ പദ്ധതി പിൻവലിച്ചു സർക്കാർ പറയുന്നവരെ സമരമായി അല്ല, അവിടെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതായാലും അവിടെ DCCയുടെ പ്രക്ഷോഭമാണ്. അവിടെ ശക്തമായ ജനങ്ങൾ മുഴുവൻ പദ്ധതിക്കെതിരാണ്, പഞ്ചായത്തെതിരാണ്. പഞ്ചായത്തിന് അനുവാദം വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിനോട് ചോദിച്ചിട്ടില്ല. മഴനിഴൽ പ്രദേശമാണ്. അവിടെ എന്നെ അത്ഭുതപ്പെട്ടത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായമാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ പെട്ടെന്ന് നിറം മാറുമോ? പ്ലാച്ചിമട സമരത്തിന് മുന്നിൽ നിന്ന കൃഷ്ണൻകുട്ടി ഇപ്പം ഇവിടെ ജനക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട്. ഈ കൂത്താട്ടുകളും തട്ടിക്കൊടുക്കലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ്. എങ്ങനെയാണ് അത്? തീർച്ചയായിട്ടും CPMകാരായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യത്തില്ല, അന്വേഷണം നടക്കത്തില്ല. പോലീസിൻ്റെ പ്രവർത്തനം വളരെ വിചിത്രമാണ് ഈ കാര്യത്തിൽ. ഏതായാലും ഇവിടെ മാർക്സിസ്റ്റുകാരല്ലാത്ത ആളുകൾക്കാർക്കും പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഓരോ സംഭവങ്ങളും തെളിയിക്കുക.